പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം വാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണ മഥനം യദദ്ധി രാമായണം. എന്താണ് രാമായണമെന്ന് ഈ ഒറ്റ ശ്ലോകത്തിൽ കവി ചുരുക്കി വിവരിച്ചിരിക്കുന്നു. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, കർക്കിടക മാസം സമാഗതമാവുകയാണ്. 1199 കർക്കിടകം 1-ാം തീയതി, അതായത് 2024 ജൂലൈ 16-ാം തീയതി ചൊവ്വാഴ്ച വിശാഖം നക്ഷത്രത്തിൽ കാലത്ത് 11:11 കർക്കിടക രവി സംക്രമം നടക്കുകയാണ്. എന്താണ് ഈ കർക്കിടക മാസത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടതാണ്. സൂര്യൻ കർക്കിടകം രാശിയുടെ സഞ്ചരിക്കുന്ന സമയമാകുന്നു കർക്കിടക മാസം. ഇത് ഋതുക്കളിൽ വർഷ ഋതുവാകുന്നു. ഘോരമായ മഴ പെയ്യുന്ന വർഷ ഋതുക്കളാകുന്നു കർക്കിടകവും ചിങ്ങവും. നാം വളരെയധികം മഴക്കാല രോഗങ്ങളെ ശ്രദ്ധിക്കേണ്ട കാലമാകുന്നു ഈ മാസം. ഏറ്റവുമധികം സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാകുന്നു ഈ മാസക്കാലം. നിത്യേന ഈ കർക്കിടക മാസക്കാലം 2 നേരവും എണ്ണ തേച്ച് കുളിക്കുകയും ഒരു ചിട്ടയായ ഭക്ഷണ ക്രമവും ഈ കർക്കിടക മാസത്തിൽ നാം പാലിക്കേണ്ടതുണ്ട്. വിശേഷിച്ച് യാതൊരു വരുമാനവുമില്ലാതെ വീട്ടിലിരിക്കുന്ന കാലമായതുകൊണ്ടാകാം കർക്കിടക മാസത്തെ നാം പഞ്ഞമാസം എന്ന് പറയുന്നത്. സമ്പൽ സമൃദ്ധിയുടെ ചിങ്ങത്തെ വരവേൽക്കാനായി നാം അങ്ങേയറ്റം ദാരിദ്ര്യവും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള കർക്കിടക മാസക്കാലത്തെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് നമ്മുടെ പൂർവ്വസൂരികൾ നമുക്ക് ഉപദേശം നൽകിയിട്ടുണ്ട്. ഈ പഞ്ഞമാസക്കാലത്തെ മറികടക്കാനാണ് വ്രതാനുഷ്ഠാനങ്ങളോടെ നാം വീടുകളിലും ദേവാലയങ്ങളിലും പുണ്യഗ്രന്ഥ പാരായണവും സമൂഹ പ്രാർത്ഥനയും ഗണപതി ഹോമവും ഭഗവത് സേവയും മൃത്യുഞ്ജയ ഹോമവുമെല്ലാം നടത്തുന്നത്. ഇതിലൂടെ ആത്മീയവും ഭൗതികവുമായ ഒരു ഉണർവ് ഗൃഹസ്ഥാശ്രമികൾക്കും സമൂഹത്തിനും ലഭിക്കുന്നു. കർക്കിടകത്തിൽ സൂര്യൻ പ്രവേശിക്കുമ്പോൾ അത് ദക്ഷിണായന കാലത്തിൻ്റെ ആരംഭമാകുന്നു. ഉത്തരായണകാലം ദേവന്മാർക്ക് പകലും ദക്ഷിണായന കാലം ദേവന്മാർക്ക് രാത്രിയുമാകുന്നു. ഈ കർക്കിടക മാസക്കാലം ഏറ്റവും പ്രാധാന്യത്തോടെ കർക്കിടക വാവ് പിതൃക്കളുടെ ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട നാളുകളാകുന്നു. കേരളത്തിൽ തിരുനെല്ലി, തിരുനാവായ തിരുവല്ലം പരശുരാമ ക്ഷേത്രവും വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രവും പിതൃകർമ്മങ്ങൾക്ക് വളരെ പ്രസിദ്ധമാണല്ലോ. കേരളത്തിന് പുറത്ത് രാമേശ്വരം, നാസിക് ത്രംബകേശ്വർ, കാശി വിശ്വനാഥ ക്ഷേത്രമെല്ലാം തന്നെ പിതൃകർമ്മങ്ങൾക്ക് സുപ്രസിദ്ധങ്ങളാണ്. ഈ കർക്കിടക മാസം തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, മലപ്പുറം രാമപുര ക്ഷേത്രവും കേന്ദ്രീകരിച്ചുള്ള നാലമ്പല ദർശനവും വളരെ പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്താണ് പഴയകാലത്ത് സ്ത്രീകൾ ദശപുഷ്പം ചൂടാറുള്ളത്. അതേ രീതിയിൽ സ്ത്രീകൾക്ക് ശരീരപുഷ്ടിക്കും പ്രസവരക്ഷയ്ക്കും കർക്കിടക കഞ്ഞിയും ആരോഗ്യ സൗഖ്യത്തിനായി പുരുഷന്മാരും സ്ത്രീകളും സുഖചികിത്സയും നടത്തി വരുന്നു. 12 മലയാള മാസങ്ങളിലും അവസാനത്തെ മാസമാകുന്നു കർക്കിടക മാസം. അതിനുശേഷം പുതിയ വർഷം 1200 പിറക്കുകയാണ്.
ഈ വറുതിയുടെ പ്രയാസങ്ങളുടെ കർക്കിടക മാസക്കാലവും പിറക്കാൻ പോകുന്ന സമ്പൽ സമൃദ്ധിയുടെ ചിങ്ങമാസക്കാലവും പ്രിയപ്പെട്ട ഡോക്ടർമാരായ ഈ പ്രേക്ഷകർക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു. നാം മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലചിന്തകളാണ് ഇവിടെ നടത്താൻ പോകുന്നത്. 1199 കർക്കിടകം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള, അതായത് 2024 ജൂലൈ 16 മുതൽ 22-ാം തീയതി വരെയുള്ള, ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള 7 ദിനങ്ങളുടെ ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന രാശി സമൂഹമാകുന്നു മകരം രാശി. ഇന്ന് മകരം രാശിക്കാർക്ക് 2-ാം ഭാവത്തിൽ ശനി, 3-ൽ രാഹു, 5-ൽ ചൊവ്വ, വ്യാഴം, 7-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, 9-ൽ കേതു, 10-ാം ഭാവത്തിൽ ചന്ദ്രൻ, ശനി. പലപ്പോഴും ഈ മകരം രാശിക്കാർക്ക് ഇന്ന് ദൂരസ്ഥലത്തേക്ക് ജോലിയിൽ ട്രാൻസ്ഫർ, പ്രമോഷൻ, അതുമൂലമുള്ള യാത്രയ്ക്ക് അനുകൂലമായ സമയമാകുന്നു. 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നു. സുഖം ബാന്ധവേഭ്യ ഖഗേ ധർമ്മകർമ്മ സമുദ്രാംഗജേ ശം നരേശാദിതോപി. രാജാവിൽ നിന്നും അനുഗ്രഹം ലഭിക്കുന്നു, സുഖം ലഭിക്കുന്നു. ബന്ധുക്കളിൽ നിന്നും സുഖം ലഭിക്കുന്നു. 7-ാം ഭാവത്തിൽ ശുക്രനാണ്. വിവാഹത്തിന് കൂടുവാനും വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുവാനും വിവാഹ നിശ്ചയമുണ്ടാകുവാനും ഭാര്യാഗൃഹത്തിൽ സന്ദർശിക്കുവാനും പുത്തൻ വീട്ടിൽ വധുവുമായി കടന്നു ചെല്ലാനുമുള്ള അനുകൂലമായ വാരമാകുന്നു ഈ ഒരു വാരം. പുരോജാതകെ സൗഖ്യമൽപ്പം കരോതി. ആദ്യ സന്താനത്തിലൂടെ കുറച്ച് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇവിടെ 5-ാം ഭാവത്തിൽ ചൊവ്വയാണ്. അതുകൊണ്ട് സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾ വരുന്ന വാരമാകുന്നു. അവിടെ വ്യാഴത്തിൻ്റെ യോഗമുണ്ടെങ്കിലും പുത്രകാരകനായ വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല. കാരകവതി ഭാവത്തിൽ നിൽക്കുന്നത് ശുഭത്വത്തെ പ്രദാനം ചെയ്യുകയില്ല. വ്യാഴം പുത്രകാരകനാണ്. അത് 5-ാം ഭാവത്തിൽ നിന്നാൽ സന്താനത്തിന് ദോഷമാണ്. അതിനെ ഒന്നും കൂടെ ജ്വലിപ്പിക്കുന്നു 5-ാം ഭാവത്തിൽ നിൽക്കുന്ന മകരം രാശിയുടെ ബാധാധിപനായ ചൊവ്വ. അതുകൊണ്ട് സന്താന വിഷയങ്ങളിൽ അവരുടെ ആരോഗ്യത്തിന് വേണ്ടി നക്ഷത്രങ്ങളിൽ പരിഹാരം ചെയ്യുന്നത് ഈ വാരം വളരെ നല്ലതാണ്. 7-ലെ ശുക്രൻ ചില പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകുന്നു. അത് കാരണം ഭാര്യയ്ക്ക് പരിഭവം വരുന്നു. 7-ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ പ്രിയാതാപനം, തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് താപം, ദുഃഖമുണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെയധികം ദാമ്പത്യ വിഷയങ്ങളിൽ പ്രയാസങ്ങളില്ലാതെ മകരം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രാശ്യധിപനായ ശനി മൂലക്ഷേത്ര ബലവാനായ 2-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. ചില സർക്കാർ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പേപ്പറുകൾ അല്ലെങ്കിൽ ഡോക്യുമെൻസുമായിട്ട് ബന്ധപ്പെട്ട ചില തലവേദനകൾ ഉണ്ടാകും. നമ്മുടെ വിലപ്പെട്ട ചില ലാഭങ്ങൾ സർക്കാരിന് കൊടുക്കേണ്ടുന്ന സമയമാണ്. വളരെ ശ്രദ്ധിക്കണം. ശനി വക്രിയായതുകൊണ്ട് പ്രായണ നമുക്ക് അനുകൂലമായ സമയത്തെ പ്രദാനം ചെയ്യുന്ന സമയമാകുന്നു ആഗസ്റ്റ് 26 വരെയുള്ള സമയം. 3-ലെ രാഹു അന്യമതസ്ഥരിലൂടെ ചില വിസ ഒപ്പിച്ച് കിട്ടുവാൻ അല്ലെങ്കിൽ യാത്ര ചെയ്യുവാൻ അല്ലെങ്കിൽ തൻ്റെ വ്യാപാരത്തിന് സാമ്പത്തികമായി സഹായിക്കുവാനും അനുകൂലമായ വാരമാകുന്നു. എഴുത്തുകാർക്ക്, ലേഖകർ, സിനിമക്കാർ ഇവർക്കൊക്കെ വളരെ നല്ല സമയമാകുന്നു. കലാരംഗത്തുള്ളവർക്ക് ഏറ്റവും അനുകൂലമായ വാരമാകുന്നു ഇത്. കലയുടെ ഗ്രഹമായ ശുക്രൻ, ഫോട്ടോഗ്രാഫിയുടെ ഗ്രഹമായ ബുധൻ ഇതൊക്കെ കൂടി തൻ്റെ യാത്രാസ്ഥാനത്ത് നിൽക്കുന്നു. അതിനാൽ കെട്ടും പെട്ടിയും എടുത്ത് ദൂരസ്ഥലത്ത് യാത്ര ചെയ്യുവാനും ഷൂട്ട് ചെയ്യുവാനുമുള്ള വളരെ അനുകൂലമായ സമയമാകുന്നു ഈ ഒരു വാരം. മകരം രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ ദിനങ്ങൾ 17-ാം തീയതി ബുധനാഴ്ച അനിഴം നക്ഷത്രം വളരെ ഗുണമാണ്. 19-ാം തീയതി വെള്ളിയാഴ്ച മൂലം നക്ഷത്രവും 12-ാം ഭാവത്തിലുള്ള രാശിയാണെങ്കിലും വെളുത്തപക്ഷത്തിലെ ത്രയോദശ തിഥിയിലെ ദിനമാകുന്നു 19. 21-ാം തീയതി ഞായറാഴ്ച ഏറ്റവും നല്ല സമയമാണ്. ഉത്രാടം നക്ഷത്രം പൗർണമി, അതേ രീതിയിൽ 22 തിരുവോണം നക്ഷത്രവും യാത്രയ്ക്ക് അത്ര നല്ലതല്ല. സാമ്പത്തിക വിഷയത്തിന് മാത്രം നല്ലതല്ല. മറ്റ് ചെറിയ ചെറിയ കർമ്മങ്ങളിൽ കൂടി ആനുകൂല്യം ലഭിക്കുവാൻ തിങ്കളാഴ്ച എന്ന ദിനം 22-ാം തീയതി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട മകരം രാശിക്കാർക്കും വളരെ നല്ല ശോഭനമായ ഒരു വാരത്തെ ആശംസിക്കുന്നു. അടുത്തതായി കുംഭം രാശി. രാശ്യധിപനായ ശനി 45 ഡിഗ്രി മൂലക്ഷേത്ര ബലവാനായി നിൽക്കുന്നു. അവിടെ 7.5 ശനിയുണ്ട്. പക്ഷേ ശനി
വക്രിയായതിനാൽ ആഗസ്റ്റ് 26 വരെ 45 ദിവസങ്ങളോളം ആ ശനി നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്യുന്നു. 2 രാഹു വിഷഭക്ഷണം കഴിക്കേണ്ടുന്ന സമയമാണ്. വളരെയധികം ശ്രദ്ധിക്കുക. ഫുഡ് പോയ്സൺ വരാതെ കണ്ണുകളെ ശ്രദ്ധിക്കുക. പൈൽസ് രോഗികൾ വളരെയധികം ജാഗ്രത പാലിക്കുക. ഇവിടെ ധനാധിപനായ വ്യാഴവും കർമാധിപനായ ചൊവ്വയുമുള്ള വിഗ്രഹയോഗം കർമ്മമേഖലയിൽ ഒരു നല്ല ഐശ്വര്യത്തെ, ധനപരമായ ലാഭത്തെ പ്രദാനം ചെയ്യുന്നു. രജിസ്ട്രേഷൻ വകുപ്പിലുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് അവിചാരിതമായ ചില ധനലാഭങ്ങൾ ലഭിക്കുന്ന വാരമാകുന്നു സംജാതമാകാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ബാധാധിപനായ ശുക്രൻ 6ാം ഭാവത്തിൽ പോയി നിൽക്കുന്നു. അത് സുഖാധിപനും ഗൃഹത്തിൻ്റെ അധിപനുമാണ്. അപ്പോൾ സമാധാനം വീട്ടിൽ, ഗാർഹികമായ അന്തരീക്ഷത്തിൽ കുറയുന്ന സമയമാണ്. അച്ഛൻ മുതലായവരൊക്കെ ശത്രുക്കളാകുന്നു. ശ്രദ്ധിക്കണം. അമ്മയും ഭാര്യയും കാരണം ചിലപ്പോൾ വഴക്കുണ്ടാകും. ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലകപ്പെടും. അമ്മയുടെ ഭാഗത്ത്, ഭാര്യയുടെ ഭാഗത്തോ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്തൊരു മാനസികമായ അവസ്ഥ. അത് ഉമിത്തി പോലെയാണ്. താൻ ആരുടെ കൂടെ ചാരി നിൽക്കുമെന്ന ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്ന വാരമാകുന്നു ഇത്. പലപ്പോഴും ഒരു കരകാണാ കടലിൽ നിൽക്കുന്ന അവസരമായിരിക്കും. തൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് പല രേഖകളും നഷ്ടപ്പെടുന്നു. പാസ്പോർട്ട് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ആധാരം നഷ്ടപ്പെടുക, കുടുംബത്തിലെ പാർട്ടീഷനുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊന്നും ഇടപെടാതിരിക്കുക ഈ ഒരു വാരം. ഇല്ലെങ്കിൽ വളരെയധികം മാനസികമായ സംഘർഷങ്ങളും ശത്രുത കുടുംബത്തിൽ വരുന്ന സമയമാണ്. റോഡിൽ വെച്ചോ തറവാട്ടിൽ വെച്ചോ നാൽക്കാലികളുടെ ഉപദ്രവം വരേണ്ട സമയമാണ്. അത് തേനീച്ച കടന്നൽ കുത്തിയാലും അതൊക്കെ 4 കാലുള്ളതാണ്. പശുക്കൾ കുത്തണമെന്ന് മാത്രം ഇല്ല. അല്ലെങ്കിൽ പേപ്പട്ടിയുടെ, ഇനി മഴക്കാലമാണ്, പേപ്പട്ടികളുടെ ഉപദ്രവമുണ്ടാകുന്ന കാലമാണ്. വളരെ ശ്രദ്ധിക്കണം. കൊമ്പുള്ളതിനെയും നഖമുള്ളതിനെയും വിശ്വസിക്കാൻ ഒരിക്കലും പാടില്ല എന്നാണ് സുഭാഷിതകാരൻ പറഞ്ഞിട്ടുള്ളത്. അതേ രീതിയിൽ ശാരീരികമായി മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ പെട്ടെന്ന് ഷുഗർ ലെവൽ കൂടുന്നു. ഹൃദ്രോഗികൾ വളരെയധികം ക്ലേശങ്ങൾ സഹിക്കേണ്ടുന്ന വാരമാണ്. കുംഭൻ രാശിയുടെ പേര് തന്നെ ഹൃദ്രോഗമെന്നാണ്. അവിടെ ഹൃദയത്തെ ചിന്തിക്കേണ്ടുന്ന സൂര്യനാണ് ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത്. അതിനാൽ ഹൃദ്രോഗത്തെ വളരെയധികം ശ്രദ്ധിക്കണം. അതേ രീതിയിൽ ഭാര്യയുടെ വീട്ടിൽ ഒരു കർക്കിടക മാസമാണ്. ഒരു മാസക്കാലം സുഖചികിത്സക്ക് പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞേക്കണം. അത്രത്തോളം തനിക്ക് സമാധാനം വരും. 9 ചന്ദ്രൻ ചില സൗഭാഗ്യങ്ങളൊക്കെ തരുന്നു. കർമ്മമേഖല പ്രായേണ അനുകൂലമാണ്. ലോണിലൂടെ വീട് നന്നാക്കാനൊക്കെ തീരുമാനങ്ങളും അതിനുവേണ്ട പദ്ധതികളും തയ്യാറാക്കാം. വളരെ അനുകൂലമായ ദിവസങ്ങളാകുന്നു. 17-ാം തീയതി ബുധനാഴ്ച അനിഴം നക്ഷത്രം, 19-ാം തീയതി വെള്ളിയാഴ്ച മൂലം നക്ഷത്രം, 21-ാം തീയതി ഞായറാഴ്ച ഉത്രാട നക്ഷത്രം പൗർണമി, വെരി ഗുഡ്. 22-ാം തീയതി തിങ്കളാഴ്ച തിരുവോണ നക്ഷത്രം നല്ലതാണ്. പക്ഷേ തിഥി ദാരിദ്ര്യമുള്ള തിഥിയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമാണ്. സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി ചെയ്യുന്നത് വളരെ അഭികാമ്യമാണ്. എല്ലാ പ്രിയപ്പെട്ട കുംഭൻ രാശി പ്രേക്ഷകർക്കും ശോഭനമായ ഒരു വാരക്കാലം നേരുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, മീനം രാശിക്കാർക്ക് ഇന്ന് ലഗ്നത്തിൽ രാഹു, 3-ാം ഭാവത്തിൽ ചൊവ്വ വ്യാഴം, 5-ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ, 7-ാം ഭാവത്തിൽ കേതു, അഷ്ടമത്തിൽ ചന്ദ്രൻ മാന്തി. ഈ മീനൻ രാശിക്കാർക്ക് ബൗദ്ധികമായ തലത്തിൽ പല കാര്യങ്ങളിലും ഇടപെട്ട് ഹയർ ഓഫീസേഴ്സ് അല്ലെങ്കിൽ തന്നെ ഗൈഡ് ഇവരുടെയൊക്കെ എപ്രീസിയേഷൻ, പ്രശംസ പിടിച്ചു പറ്റേണ്ടുന്ന വാരമാകുന്നു. അഷ്ടമത്തിലെ ചന്ദ്രൻ ബഹുമതി, നല്ല ബുദ്ധിയെ പ്രദാനം ചെയ്യും. വെളുത്തപക്ഷത്തിലെ ചന്ദ്രനാണ്, അതിബുദ്ധിയെ പ്രദാനം ചെയ്യും. പക്ഷേ ശാരീരികമായി തനിക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുന്ന സമയമാണ്. വളരെയധികം വയറിന് ശ്രദ്ധിക്കണം. രോഗാധിപനായ സൂര്യൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. മൃതിക്രോഡരോഗാദിജാഭാവനീയ, വയറ് രോഗം കൊണ്ട് മരണത്തെ ഭയക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശുഭപതികളായ ശുക്രനും ബുധനും മൗഢ്യമില്ലാതെ നിൽക്കുന്നു എന്ന ഒരു നല്ല യോഗമുണ്ട്. അല്ലെങ്കിൽ 5-ലെ സൂര്യൻ തരിച്ചാണെങ്കിൽ വയറിന് സർജറി വേണ്ടി വരും. അപ്പൻഡിക്സ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ആയി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ. അതേ രീതിയിൽ മൂത്ത സന്താനത്തിനെ പറ്റി ചിന്തിച്ച് മനസ്സ് ഉരുകേണ്ടുന്ന സമയമാണ്. അവിടെ ബുധശുക്ര യോഗവും അതിന് ഒരു വലിയ പരിഹാരമാണ്. വ്യാഴം 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് ഭാവാധിപനായ മീനൻ രാശിക്ക് അത്ര നല്ലതല്ല. പക്ഷെ അവിടെയും ഭാഗ്യാധിപനായ ചൊവ്വ ധർമ്മകർമാധിപത്യം വഹിച്ച് നിൽക്കുന്നു. 9-10 ഭാവാധിപന്മാരുടെ യോഗം
രാജയോഗമാണ്. അതിനാൽ നല്ല ഫലത്തെ ആ ചൊവ്വ പ്രദാനം ചെയ്യും. ബുദ്ധിയും വിക്രമവും സമ്മാനിക്കും മീനം രാശിക്കാർക്ക്. 12-ലെ ശനി വളരെ ദുർബലനാണ്. അതുകൊണ്ട് ആ ശനി വക്രിയാണ്. പലപ്പോഴും ബന്ധനയോഗമുള്ള വ്യക്തിക്ക് ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന സമർത്ഥനായ വക്കീൽ ഉപദേശിക്കും. അവിടെയാണ് അതിബുദ്ധി വേണമെന്ന് നാം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. പല കാര്യങ്ങളിലും വൈകി ചിന്തിക്കരുത്, പെട്ടെന്ന് കാര്യങ്ങൾ ചിന്തിക്കുക. സ്വതവേ കന്നിയും മീനവും കാലതാമസത്തെ സൂചിപ്പിക്കുന്നു. കന്യാ മീനൻ്റെ താമസം. അതുകൊണ്ട് ദിവസം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പകല് ചെയ്തു തീർക്കേണ്ടുന്ന കാര്യങ്ങൾ പകല് ചെയ്യുക, രാത്രി സുഖമായി ഉറങ്ങുക എന്ന സുഭാഷിത തത്വം മീനൻ രാശിക്കാർ ഫോളോ ചെയ്യണം. ശനിയാഴ്ചകളിൽ നവഗ്രഹത്തിൽ ശനീശ്വരൻ അർച്ചന അല്ലെങ്കിൽ ഹനുമാന് കേസുള്ള വ്യക്തികൾക്ക് ഗത ഒപ്പിക്കൽ, അതേ രീതിയിൽ അവൽ നിവേദ്യം വഴിപാടായി ചെയ്യുക. ശ്രീരാമസ്വാമിക്കും ചെയ്യണം. മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും മീനം രാശിക്കാർക്കില്ല. അനുകൂലമായ ദിവസങ്ങൾ 17-ാം തീയതി ബുധനാഴ്ച അനിഴം നക്ഷത്രം ബെസ്റ്റാണ് അവർക്ക്. 19-ന് വെള്ളിയാഴ്ച മൂലം നക്ഷത്രം, 21-ന് പൗർണമിയാകുന്നു. അന്ന് ഞായറാഴ്ച ഉത്രാടം നക്ഷത്രം ഓൾസോ വെരി ഗുഡ്. 22-ാം തീയതി തിരുവോണവും തിങ്കളാഴ്ച നല്ലതാണ്. പക്ഷേ ധനപരമായ വിഷയത്തിൽ ഇടപെടാതിരിക്കുക. എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ശോഭനമായ സുദിനങ്ങളോടുകൂടിയ ഒരു വാരക്കാലം നേരുന്നു. നന്ദി, നമസ്കാരം.